ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബിൽ അവതരിപ്പിച്ച ദിവസം ലോക്സഭയിൽ ഹാജരാകാതിരുന്നവരിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ജ്യോതിരാദിത്യ സിന്ധ്യ, ഗിരിരാജ് സിംഗ് തുടങ്ങിയവ പ്രമുഖരുണ്ടെന്നതാണ് ബി.ജെ.പി. ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഗഡ്കരി വിട്ടുനിൽക്കാനുള്ള പ്രധാന കാരണം അമിത് ഷാ, മോദി ഇരുവരുമായി നേരത്തെയുള്ള അഭിപ്രായ ഭിന്നതയാണെന്നതാണ് വിലയിരുത്തുന്നത്. സിന്ധ്യ ആവട്ടെ ബി.ജെ.പിയുടെ പല തീരുമാനങ്ങളിലും കടുത്ത അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തതാണ്. വരും ദിവസങ്ങളിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ബി.ജെ.പി. നേതാക്കൾ അതൃപ്തി രേഖപ്പെടുത്തി പരസ്യമായി രംഗത്തു വരുമെന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതേസമയം ഹാജരാകാതിരുന്ന 20 ബി.ജെ.പി. അംഗങ്ങൾക്ക് അമിത് ഷായുടെ നിർദ്ദേശപ്രകാരം കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ചൊവ്വാഴ്ചയാണ് കേന്ദ്ര നിയമമന്ത്രി അർജുൻ മേഘ്വാൾ ലോക്സഭയിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നതുമായി സംബന്ധിച്ച ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുമിച്ച് നടത്തുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി വരുത്തുന്നതിനാണ് ബില്ലുകൾ. കനത്ത പ്രതിപക്ഷ പ്രതിഷേധത്തിനിടയിലാണ് സർക്കാർ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ 20 അംഗങ്ങൾ ഹാജരാകാതിരുന്നത് ബി.ജെ.പിക്ക് വലിയ തിരിച്ചടിയായി. ജോലി സംബന്ധമായും വ്യക്തിപരമായ കാരണങ്ങളും കൊണ്ട് വരാൻ സാധിക്കില്ല എന്ന് മുൻകൂട്ടി അറിയിച്ചവരും ഇക്കൂട്ടത്തിലുണ്ട്. ബിൽ അവതരണത്തിന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് നടന്ന വോട്ടെടുപ്പുണ്ടായിട്ടും ലോക്സഭയിലെ 20 ബി.ജെ.പി. അംഗങ്ങൾ ഹാജരായിരുന്നില്ല. സഖ്യകക്ഷികളിൽ നിന്ന് 4 പേരും എത്തിയില്ല. ബി.ജെ.പിയുടെ 240 അംഗങ്ങളും സഖ്യകക്ഷികളുടെ പ്രാതിനിധ്യം അടക്കം 293 പേരുടെ അംഗബലമാണുള്ളത്. 269 പേര് അനുകൂലമായി വോട്ട് ചെയ്തു. 198 പേർ എതിർത്തു. വോട്ടെടുപ്പിലൂടെയാണ് അവതരണത്തിന് അനുമതി നൽകിയത്. ബില്ല് സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം സർക്കാർ അംഗീകരിക്കുന്നതായും മന്ത്രി അറിയിച്ചിരുന്നു. പരിശോധനാ പാനലിൽ ലോക്സഭയിൽ നിന്ന് 21 പേരും രാജ്യസഭയിൽ നിന്ന് 10 പേരും അടങ്ങുന്ന 31 അംഗങ്ങളാണ് ഉണ്ടാവുക. ഇതിന് ബുധനാഴ്ച സഭയിൽ നടന്ന ചർച്ചയിൽ തീരുമാനമായി. അതേസമയം ബില്ല് ഏകാധിപത്യപരമാണ് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ.